5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. നിന്നോടൊന്നും പറയാതെ നിരഞ്ജൻ ഇറങ്ങിപ്പോയി അല്ലേ? അതിന്റെ കാരണം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? ഡാഡി എന്തെങ്കിലും പറഞ്ഞു കാണും. ഏത് നേരം നോക്കിയാലും കുറ്റപ്പെടുത്തലാണല്ലോ ഡാഡിയുടെ സ്ഥിരം ജോലി. എത്രയെന്ന് വെച്ചാ സഹിക്കുക. അപ്പോഴും കുറ്റം എനിക്ക് തന്നെ. സാറേ, അത് കാണിച്ചു കൊടുക്ക്, മനസ്സിലാക്കട്ടെ. നമ്മൾ മാത്രമല്ല, മറ്റു പലരും ശ്രദ്ധിക്കുന്നത്. ഞാൻ കുറ്റപ്പെടുത്തിയിട്ടാണോ അതോ ഇത് കണ്ടിട്ടാണോ നിരഞ്ജൻ ഭക്ഷണം പോലും കഴിക്കാതെ പോയതെന്ന് നീ ഇത് കണ്ടിട്ട് പറയും. ഇതാ നോക്ക്. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങളുടെയൊക്കെ പിന്നാലെ വേറെ ആളുകളുണ്ടെന്ന്. സീതാലക്ഷ്മിയെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുമ്പോ പുച്ഛമായിരുന്നല്ലോ നിനക്ക്. എന്നാൽ ഇത് അവരയച്ചു തന്നാണെന്ന് പറഞ്ഞാൽ എന്റെ മോള് വിശ്വസിക്കോ? എങ്കിൽ അതാണ് സത്യം. ഇതൊരു തരം വൃത്തികെട്ട ഏർപ്പാടാ. ഏതാണ് വൃത്തികെട്ട ഏർപ്പാട്? നിങ്ങളറിയാതെ അവരിതൊക്കെ പകർത്തിയതാണോ അതോ നീയോ അവനും കൂടി കാണുകയും സംസാരിക്കുകയും ചെയ്തതാണോ? വിശാൽ ആരാന്ന് നന്നായിട്ട് അറിയാലോ മാഡത്തിന്. എന്നിട്ടും മാഡം പോയി കണ്ടല്ലോ. ഞാൻ പോയി കണ്ടതൊന്നും അല്ല. വഴിയിൽ വെച്ച് അവിചാരിതമായിട്ട്. മനഃപൂർവ്വം കണ്ടെങ്കിൽ തന്നെ എന്താ കുഴപ്പം? ഇവര് കാണണ്ടല്ലേ? നീ അതേ പറയൂ. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാഞ്ചനെ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് ഞാൻ സമ്മതിക്കില്ല. ഇത്ര വിവരമില്ലാതായി പോയല്ലോ നിനക്ക്. അവൻ മനഃപൂർവ്വം നിന്നെ വന്ന് കണ്ടത്. അവന്റെ മനസ്സിൽ മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ട്. എന്തിനാടി നാണം കെട്ട് പിന്നെയും പിന്നെയും അവൻ വിരിക്കുന്ന വലയിൽ പോയി ചാടുന്നത്? ഞാൻ ചാടിയതൊന്നും അല്ല, ചാടുകയില്ല. സത്യം അതൊന്നും അല്ല. ഞാനൊരല്പം മനുഷ്യത്വം കാണിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ ഡാഡി കരുതുന്ന പോലെ ഒന്നും ഇല്ല. മനുഷ്യത്വം? അതും അവനോട്? അതിനുള്ള അർഹതയുണ്ടോടി അവന്? നീ സൂക്ഷിച്ചോ. അവൻ വന്നിരിക്കുന്നത് നിന്നെയും നിരഞ്ജനെയും തമ്മിൽ തെറ്റിക്കാൻ. തന്ത്രശാലി അവൻ. നീ പോലും അറിയാതെ അവന്റെ ആഗ്രഹങ്ങൾ അവൻ സാധിച്ചെടുക്കും. ഇപ്പൊ തന്നെ ഈ വിവരം നിരഞ്ജൻ ഡോക്ടർ അറിഞ്ഞിട്ടുണ്ടോന്ന് ആർക്കറിയാം? അറിഞ്ഞു കാണും. അതുകൊണ്ടാണല്ലോ കൂടുതലൊന്നും പറയാതെ അവനോടൊന്ന് ഇറങ്ങിപ്പോയത്. ഇവള് മണ്ടിയല്ലേ? എത്ര അനുഭവം ഉണ്ടായാലും പഠിക്കില്ല. അനുഭവിച്ചോണം. ഇതിനെ തുടർന്ന് എന്ത് സംഭവിച്ചാലും അതിന് നീ മാത്രമായിരിക്കും ഉത്തരവാദി. നീ മാത്രം. എന്തോ അമ്മ? നീയും അക്ഷരയും തമ്മിൽ ഇന്ന് കണ്ടിരുന്നു അല്ലേ? കണ്ടിരുന്നു. മമ്മ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. ഞാൻ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാരും അറിഞ്ഞു. അങ്കിളും അറിഞ്ഞോ? അറിഞ്ഞു. എന്നിട്ടെന്താ? കിടന്ന് ചാടി. അത് പതിവുള്ളതല്ലേ. അക്ഷര എന്തിനാ അതൊക്കെ ചെന്ന് അങ്കിളിനോട് പറയാൻ പോയത്? അവള് ചെന്ന് പറഞ്ഞൊന്നുമല്ല, ആരോ അറിയിച്ചതാ. ആരോ അല്ല, ആ തങ്കച്ചി. അതെന്തെങ്കിലും ആവട്ടെ, ദൈവമാ ഓരോന്ന് ചെയ്യുന്നേ. നിങ്ങൾ തമ്മിൽ ഒന്നിക്കണമെന്നാ ദൈവഹിതം. ദൈവത്തിന് മാത്രമല്ല, എനിക്കും. മമ്മ എന്തൊക്കെയായി പറയുന്നേ?
അതൊന്നും നടക്കില്ല. ദൈവം കൂട്ടിച്ചേർത്തത് എന്നെ അക്ഷരയല്ല, അക്ഷരയും നിരഞ്ജനയോ. ആ ബന്ധം നിലനിൽക്കണം, കാലങ്ങളോളം പിരിയാതെ. എടാ, നിന്റെ പേര് കേട്ടാ പോലും ഒരു കാലത്ത് ചാടിത്തുള്ളുമായിരുന്നില്ലേ അക്ഷര? ആ അവളല്ലേ ഇപ്പൊ നിന്നോട് സംസാരിക്കാൻ തയ്യാറായേ? അതെന്തുകൊണ്ടാ? അവള് മാറി, ഇനിയും മാറും. അങ്ങനെ മാറി മാറി നീയും അക്ഷരയും തമ്മിൽ ഒന്നാവും. നീയും അവളും നിങ്ങളുടെ മോളും നിങ്ങളാ ഒരുമിച്ച് ജീവിക്കേണ്ടത് മോനെ. അതാ എന്റെ ആഗ്രഹം, അതാ എന്റെ പ്രാർത്ഥന. അപ്പച്ചിയുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പച്ചിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാനും പോകുന്നില്ല. ഞാനും അദ്ദേഹവും തമ്മിൽ പിരിയണോ അല്ലേ? അതാണല്ലേ നിങ്ങളുടെയൊക്കെ മനസ്സിൽ? എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ? ആ ഫോൺ ഇങ്ങോട്ട് തന്നെ, ബാക്കി ഞാൻ വിശാലിനോട് പറഞ്ഞോളാം. വേണ്ട മോളെ, തന്നെ ഇങ്ങോട്ട്. ഒരിക്കൽ നീ എന്റെ ജീവിതം തകർത്തു. വീണ്ടും അതിനു വേണ്ടി തന്നെയാ നോക്കുന്നെങ്കിൽ എനിക്ക് പല കടുത്ത തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. അക്ഷരം, മമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. എന്റെ അഭിപ്രായമല്ല മമ്മ പറഞ്ഞത്. എനിക്കൊന്നും കേൾക്കണ്ട. എന്നെയും അദ്ദേഹത്തെയും തമ്മിൽ പിരിക്കാനാ പരിപാടിയെങ്കിൽ കണ്ടോ, ശ്രുതി മോളെയും കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. അയ്യോ, അക്ഷരം, സഹിച്ച് മടുത്തു. ഇനി ഉപദ്രവിക്കാൻ നോക്കിയ എനിക്കറിയാം എന്താ വേണ്ടെന്ന്. ഞാൻ